ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണെന്ന് ഞെട്ടിക്കുന്ന കണക്കുമായി കേസരി വാരികയിലെ മുഖപ്രസംഗം. ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് 45% ഉയർന്നതായി ലേഖനത്തിൽ പറയുന്നു. അതേസമയം ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധമത വിശ്വാസികളുടെ ജനസംഖ്യ താരതമ്യേന കുറയുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കേസരി വാരികയിലെ മുഖപ്രസംഗത്തിൽ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് രേഖപ്പെടുത്തുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, കൃത്യമായി തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ കേസരി വാരികയിലെ ഈ ലേഖനം തുടങ്ങുന്നത്. അതായത് ഭാരതത്തിൽ ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാൾ എന്നൊരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് കൃത്യമായ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത് എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1951 മുതലുള്ള 6 സെൻസസുകൾ. ഈ 6 സെൻസസുകളിലും കൃത്യമായി ശതമാനക്കണക്കിൽ മുസ്ലിം ജനസംഖ്യ ഉയരുന്നു എന്നാണ് ഈ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 1981 മുതലുള്ള മുസ്ലിം ജനസംഖ്യ 81 മുതൽ മുസ്ലിം ജനസംഖ്യ അതിവേഗമാണ് ഇവരുടെ വളർച്ച, അല്ലെങ്കിൽ ആ ജനസംഖ്യയുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും അധികം വളർച്ചാ നിരക്ക് കുറഞ്ഞ ആളുകളാണ് സിഖ് ജനസംഖ്യ ഏറ്റവും അധികം കുറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഹിന്ദുക്കളുടെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് 45% ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് എന്ന് അടിവരയിട്ട് ആ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അസമിലും ജമ്മു കാശ്മീരിലും ഒന്നും തന്നെ ഇത്തരത്തിൽ ജനസംഖ്യാ സെൻസസ് നടത്തിയിട്ടില്ല. അത് ഏറ്റവും അധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ 2 സംസ്ഥാനങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെ സെൻസസ് നടത്തുകയാണെങ്കിൽ നിലവിലുള്ള ഈ ഹിന്ദു ഭൂരിപക്ഷം 80% എന്ന് പറയുന്ന ഒരു കണക്ക് അവിടെ നിന്ന് ഇവിടെ മാറും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല ഇത് സമൂഹത്തിന് മുന്നിലേക്ക് ഒരു വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാൾ? മാത്രമല്ല ഈ ഹൈന്ദവ ഭൂരിപക്ഷം കുറയുന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വിശദമായ ലേഖനം തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ലേഖനം പുറത്തു വന്നതോടുകൂടി അതൊരു വലിയ ചർച്ചയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. രോഹിണി, അതോടൊപ്പം അനഘ, ഇത് ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം പലപ്പോഴും ഇത്തരത്തിൽ ഈ ജനസംഖ്യാ വർധനവിലടക്കം ഒരു താല്പര്യം, അല്ലെങ്കിൽ ഇതിലൊരു അജണ്ടയുണ്ട് എന്ന് കൃത്യമായി തന്നെ പലപ്പോഴും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികളുടെ ജനസംഖ്യ വലിയ രീതിയിൽ ഉയരുകയും അതോടൊപ്പം ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷം എന്നുള്ളത് വലിയ രീതിയിൽ കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇതിൽ ചില അജണ്ടകൾ പ്രാവർത്തികമാക്കാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു സ്വഭാവം തന്നെയാണോ ഇതിന്റെ അടിസ്ഥാനം? തീർച്ചയായും രോഹിണി, ഇതിൽ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു വിഭാഗം ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതും കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഹിന്ദു ജനസംഖ്യ ഏത് രീതിയിലാണ് കുറഞ്ഞ് താഴോട്ട് പോകുന്നത്, എന്നാൽ മുസ്ലിം ജനസംഖ്യ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നതാണ് വസ്തുത. ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിന് പുറകിൽ മതപരമായ ചില കാരണങ്ങളുണ്ട്, അതുമായി മുന്നോട്ട് പോകാൻ ചിലർ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ആ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ നിലവിൽ ഈ കേരളത്തിലെ സർക്കാർ മാറി മാറി ഭരിച്ചിരുന്ന സർക്കാരുകൾ അടക്കമുള്ള അവരുടെ താല്പര്യം അത് ഈ ഹിന്ദു ഭൂരിപക്ഷം ഈ മുസ്ലിം ഭൂരിപക്ഷം ഉയരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് മറച്ചു വെക്കാനുള്ള ഒരു താല്പര്യം ഈ ഇടത് വലത് പക്ഷത്തിന് ഉണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തി തന്നെയാണ്. ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ 2040 ഈ ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുള്ള നാട് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ രീതിയിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.